നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തിന് നമ്മൾ അത്രയേറെ പ്രാധാന്യം നൽകേണ്ടതാണ്. ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും വാസ്തുവിൻ്റെ സ്വാധീനം മൂലമാണ് എന്നതുകൂടി നമ്മൾ ഇനി മുതൽ വിശ്വസിക്കണം. അതിൻ്റെ ഫലമായിട്ടൊരു വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് വാസ്തു പരിഗണന കൂടി നമ്മൾ നൽകേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ വീടിനുള്ളിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കഴിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വീടിനുള്ളിൽ നമ്മൾ വയ്ക്കുന്നതായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾ കൃത്യമായി പാലിക്കാത്ത പക്ഷം വാസ്തു വൈകല്യം ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും വളരെയധികം ദോഷത്തെ നൽകുകയും ചെയ്യും. എന്നാൽ ഇത്തരം വൈകല്യങ്ങൾ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നതും ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ കുറച്ച് മാർഗങ്ങളുണ്ട്. വാസ്തുശാസ്ത്രം നോക്കാതെ നിർമ്മിച്ച ഒരു വീട്, പണ്ടുള്ള കാലങ്ങളിൽ വാസ്തുവിന് അത്ര പ്രാധാന്യമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു വീടാകട്ടെ, അതിന് പിന്നീട് ഇടിച്ചു പൊളിക്കാനൊന്നും സാധ്യമാകുകയുമില്ല. അപ്പോൾ എന്താണ് ഈ വാസ്തു വൈകല്യത്തെ മറികടക്കാനുള്ള പരിഹാരം എന്നത് ഏവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാസ്തുദോഷം നീങ്ങാൻ ഏറ്റവും വലിയൊരു പ്രതിവിധിയുണ്ട്, ഉപ്പ്. പലതരത്തിൽ വാസ്തുദോഷത്തിനും ഉത്തമ പരിഹാരം തന്നെയാണ് ഈ ഉപ്പ്. ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ കാരണം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ ഒരു കെട്ട് ഉപ്പ് തൂക്കിയിടുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. നെഗറ്റിവിറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനെ അത് തടയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്ന നിങ്ങൾക്ക് തന്നെ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഊർജ്ജങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു പ്രധാന വാതിലിൽ ഒരു കെട്ട് ഉപ്പ് തൂക്കിയിടുന്നത് വളരെയധികം ശുഭകരമായ അല്ലെങ്കിൽ ഉത്തമമായ ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് വീട്ടിലേക്കും വീട്ടിലുള്ള ആളുകളിലേക്കും പോസിറ്റിവിറ്റി എത്തുന്നതിന് സഹായിക്കും. ഉപ്പ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ജ്യോതിഷത്തിൽ ഉപ്പിന് ശുക്രനുമായി ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിൽ ഇങ്ങനെ ഉപ്പ് തൂക്കിയിടുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ വിവാഹം, അതേപോലെ സമ്പത്ത്, ഐശ്വര്യം എന്നിവയുടെ ഘടകമാണ് ശുക്രൻ. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഉപ്പ് തൂക്കിയിടുന്നത് ശുക്രൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുകയും വീട്ടിലേക്ക് സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക ഒരു മാറ്റം, ഒരു മെച്ചം ഒക്കെ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നതാണ്. അപ്പോൾ സമ്പത്തിൻ്റെ പുതിയ വഴികൾ തുറക്കുന്നതിനും ദാരിദ്ര്യത്തെ എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിനും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ശുക്രൻ്റെ സ്ഥാനം ബലമല്ലാത്ത ആളുകൾ ഇത് ബലപ്പെടുന്നതിനും ഇങ്ങനെ ഉപ്പ് തൂക്കിയിടുന്ന നിമിത്തം സാധ്യമാകുന്നതാണ്. പല നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഈ ഉപ്പ് ഇങ്ങനെ പ്രധാന വാതിലിൽ തൂക്കിയിടുന്നത് കൊണ്ട് സാധ്യമാകുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ വീട്ടിൽ തറ തുടയ്ക്കുമ്പോൾ അല്പം കല്ലുപ്പ് എടുത്ത് ആ വെള്ളത്തിലൊന്ന് കലർത്തി തുടയ്ക്കുന്നതും നെഗറ്റീവ് എനർജികളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും. എന്നാൽ വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ കല്ലുപ്പ് കലർത്തി വെള്ളം വെച്ച് തുടയ്ക്കരുത്. തുടച്ചാൽ അതത്ര ഫലപ്രദമായി നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കല്ലുപ്പ് സൂക്ഷിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, എങ്കിലും വ്യാഴാഴ്ച ദിവസം ഈ കല്ലുപ്പ് വെള്ളത്തിലിട്ട് തുടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ഏത് ദിവസവും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഉപ്പ് ഒരിക്കലും വീട്ടിൽ തീർന്നു പോകാനും പാടില്ല. തീരുന്നതിന് മുന്നേ തന്നെ വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു വസ്തു കൂടിയാണ് ഉപ്പ്. വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോഴും ആ നിലവിളക്കിൽ അല്പം ഉപ്പ് കൊണ്ടൊക്കെ ഒന്ന് തുടച്ച്, അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു നനവ് കൊടുത്തൊന്ന് തുടച്ചതിന് ശേഷം പിന്നീട് നല്ല വെള്ളത്തിലൊക്കെ കഴുകി ആ വിളക്ക് കത്തിക്കുകയാണെങ്കിലും ആ നിലവിളക്കെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങളുണ്ടെങ്കിൽ അത് പുറന്തള്ളി പോകുന്നതിനും സഹായകമാകുന്നതാണ്. നിങ്ങളിങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട.